ഞാനൊക്കെ ഇത് അറിയാതെ പോയിരുന്നെങ്കിൽ ശരിക്കും എൻ്റെ ഗ്രന്ഥി എടുത്ത് കളയുമായിരുന്നു. അത് എനിക്ക് വലിയ നഷ്ടമായിരുന്നു. ഇപ്പോൾ കാരണം യൂട്രസിൻ്റെ 2019 യൂട്രസ് എടുത്തത്. അന്ന് ഇത് ഇപ്പോൾ അതിനും ചികിത്സ ഉണ്ട് ഇവിടെ. അത് ആദ്യം അറിയുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയുമായിരുന്നു വെറുതെ എൻ്റെ ഗർഭപാത്രം എടുത്ത് കളഞ്ഞതെന്ന്. പക്ഷെ അത് ഇത് ഇങ്ങനത്തെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നില്ല. അതാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു പുതിയ ടെക്നോളജി ഇത് കുറച്ചായെങ്കിലും ഇത് ആളുകൾ എത്തുന്നില്ല. അതുകൊണ്ടാണ് നമ്മളൊരു വീഡിയോ ചെയ്യാൻ തന്നെ വന്നത്. ഒരു വേദനയും ഇല്ലാണ്ട് ഈ ഒരു നീഡിൽ ചെറുതായിട്ട് ഇപ്പോൾ ഒരു മഴയാണെങ്കിൽ ഇതിൽ ഇത് വെല്ലാണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ വരുന്നത് ഈ സ്കിന്ന് മുതൽ ഇതിങ്ങനെ വരുന്നത് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ ഒട്ടനവധി ഗുണങ്ങൾ പിൻഹോളിനുണ്ട്. സർജറി ഒഴിവാക്കാം, റെസ്റ്റ് വേണ്ട, അനസ്തേഷ്യ വേണ്ട, ബ്ലീഡിങ് പ്രശ്നമില്ല, സ്റ്റിച്ചില്ല, സ്കാറില്ല, പിറ്റേ ദിവസം ജോലിക്ക് പോകാം, ചെയ്ത് കഴിഞ്ഞാൽ 3 മണിക്കൂറിന് ഡിസ്ചാർജ് പോയാൽ ചിലവ് ഏകദേശം പകുതി ചിലവ് മാത്രമേ ഉള്ളൂ. ഇത്രയും പിന്നെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആജീവനാന്ത മരുന്നുകൾ കഴിയുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഞാനിന്ന് കോഴിക്കോട് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലുള്ള കേട്ടോ. അപ്പോൾ ഇന്ന് തൈറോയ്ഡ് രോഗമൊക്കെ ഉള്ളവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. ആരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. കാരണം ഈ തൈറോയ്ഡൊക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പറയുന്ന ഒരു കാര്യമാണ് അത് സർജറി നടത്തിയാൽ മാത്രമേ പിന്നീട് അങ്ങോട്ട് മുന്നോട്ടുള്ള ആ ഒരു ജീവിതം ഉള്ളൂ എന്നുള്ളത്. ഇവിടെ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ആ ട്രീറ്റ്മെൻറ്റ് പലവർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. ഈ വരുന്ന ആളുകൾക്കും ആദ്യം ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. പറഞ്ഞ് കേട്ടിട്ടാണ് ഇവരൊക്കെ വന്നിട്ടുള്ളത്. പേരെന്ന് പറഞ്ഞേ? എൻ്റെ പേര് മെഹ്സുമ. ഇവിടെ എന്താണെന്ന് നടന്നു പറഞ്ഞു? ഇവിടെ നമ്മുടെ തൈറോയ്ഡ് അബ്ലേഷൻ, അതായത് പിൻഹോൾ മൈക്രോവേവ് അബ്ലേഷൻ, തൈറോയ്ഡ് നോഡുലർ ട്രീറ്റ്മെന്റ് ആണ്. അത് കഴിഞ്ഞ പേഷ്യൻസിന്റെ ഗെറ്റ് ടുഗദർ ആയിരുന്നു, സ്നേഹ സംഗമമായിരുന്നു നടന്നിരുന്നത്. ഇപ്പൊ നമ്മൾ ഈ വന്ന ആളുകളൊക്കെ ഒരു വർഷം കൊണ്ട് ഇവിടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞതാണോ? അതെ, കഴിഞ്ഞ ഒരു വർഷമായിട്ട്. ഒരു വർഷമായിട്ടില്ല. പേരെന്ന് പറഞ്ഞേ? എൻ്റെ പേര് സൈനബ. എത്ര വർഷമായിട്ട് തൈറോയ്ഡ് ഉണ്ടായിരുന്നു? തൈറോയ്ഡ് എനിക്ക് ഗോയിറ്ററിന്റെ മുഴയായിരുന്നു, തൈറോയ്ഡ് ഗ്രന്ഥിയിൽ മുഴയായിരുന്നു. അപ്പോൾ അത് വന്നിട്ടൊരു 2019 വന്നിട്ടുണ്ടാവാം. അപ്പോൾ അന്ന് വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ട് ഞാനത് മൈൻഡ് ചെയ്തില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെ അല്ലെങ്കിൽ നമുക്ക് വെള്ളം ഇറക്കുമ്പോൾ ഒക്കെ ഒരു ബുദ്ധിമുട്ട്, അങ്ങനെ EMS ഹോസ്പിറ്റലിൽ എനിക്ക് സർജറിക്ക് ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം എനിക്ക് യൂട്രസ് തന്നെ എടുത്ത് കളഞ്ഞു, ഇനിയിപ്പോൾ ഈ ഗ്രന്ഥിയും കൂടെ പോവല്ലേ എന്ന് ആലോചിച്ച് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ നമുക്ക് വേറെ എന്തെങ്കിലും ചികിത്സ ഉണ്ടോ നോക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആള് ഫേസ്ബുക്ക് സ്കോർ ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. സർജറി പറയാന്ന് പറയുമ്പോൾ അറിയാലോ, ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ശരിക്കും എന്താ ചെയ്യാ, എടുത്ത് കളയാണ്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഈ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഹോൾ അല്ലേ, ചെറിയൊരു ഹോൾ ഇതാണ്, കാണാൻ പോലും ഇല്ല. ഈ ഒരു ട്രീറ്റ്മെന്റിന്റെ ഒരു ടൈം എന്ന് പറയുന്നത് ശരിക്കും രാവിലെ വന്ന 6 മണിക്കൂറിനുള്ളിൽ പോവാം. അതെ, രാവിലെ വന്ന് പേഷ്യൻസ് ഇപ്പോൾ ദൂരത്തുനിന്നുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർ നേരത്തെ എത്തും. കുറച്ച് മോർണിംഗ് കുറച്ച് നേരത്തെ എത്തിക്കഴിഞ്ഞ് ഈവനിങ് ആകുമ്പോഴത്തേക്ക് അവർ തിരിച്ചു പോകും. പിറ്റേ ദിവസം ജോലിക്ക് കയറാം. ആ രൂപത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. പേരെന്ന് പറയാം? റാഫി. ഇത് എനിക്ക് ശരിക്കും വന്നിട്ടുണ്ട്. നല്ലൊരു സൈസ് തന്നെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് കാണിച്ചു. ആദ്യം കാണിച്ചു കൊടുത്ത് പറഞ്ഞു സർജറി ആണ് ഓപ്ഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ധൈര്യമില്ലായിരുന്നു. കാരണം ഇതൊക്കെ ഗ്രന്ഥി എടുത്ത് യുവാക്കുക, പിന്നെ സ്ഥിരം ഗുളിക കുടിക്കുക എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഒരു ഭയം തന്നെ ആയിരുന്നു. അപ്പോൾ അതിൽ പിന്നെ മൈൻഡ് ചെയ്യാതെ കുറച്ചു കാലം നിന്നു അത് മൈൻഡ് ചെയ്തില്ല. അപ്പം ഒരു കഫക്കെട്ട് പോലെ നമ്മളെ ഇറക്കാൻ പ്രയാസം അങ്ങനെയൊക്കെ ആയി വളർന്നു വന്നപ്പോഴാണ് ഇവരെ റഫീഖ് സാറിനെ കുറിച്ച് അറിയുന്നതും കേൾക്കുന്നതും. എത്ര മാസം മുന്നേ നമ്മളിത് ഈ ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് 9 മാസം ആവുന്നുണ്ട്. ഇപ്പൊ നമ്മൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? മരുന്ന് അന്ന് മുതലേ ഇല്ല. അതാണ് കാരണം ഈ തൈറോയ്ഡ് വന്നു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണം എന്നൊക്കെ പലരും പറയുന്നത് കേൾക്കാം. പക്ഷെ അതൊന്നുമില്ല. ഈ ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം നമ്മൾ നോർമൽ രൂപത്തിലുള്ള ഒരാൾ തന്നെയാണ്. അതെ, നമുക്ക് മരുന്നൊന്നും വേണ്ട. അതാണ് നമ്മളെ ഇതിലേക്ക് ആകർഷിച്ചത്. കാരണം എന്താ വെച്ചാൽ മരുന്ന് വേണ്ട, വേദന ഇല്ലാതെ കാര്യങ്ങൾ കീറി മുറിക്കാതെ ഇത് ചെയ്യാനും പറ്റും. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ 100 കണക്കിന് ആളുകളുടെ സന്തോഷം നമ്മൾ പുറത്തു കണ്ടിരുന്നു. അതായത് ഒരു സമൂഹ സംഗമം വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഇദ്ദേഹമായിരുന്നു. ഡോക്ടറെ പേരെന്ന് പറയാം? റഫീഖ്, മുഹമ്മദ് റഫീഖ് ആണ്. അപ്പോൾ ഡോക്ടറെ അന്വേഷിച്ച് നമ്മൾ കാത്ത് ലാബിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ വന്നതിൽ വളരെ സന്തോഷം. കാരണം പലർക്കും അറിയാത്ത ഒരു വിഷയമാണ് ഈ സർജറി കൂടാതെ നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് നടക്കും എന്നുള്ളത്. ഞാൻ അവിടെ വന്ന ഓരോ വ്യക്തികളോടും നമ്മുടെ വീഡിയോസ് കാണുന്ന പലരും ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവരൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾക്കൊക്കെ സർജറി പറഞ്ഞ കേസാണ്. അവരുടെ ഒരു സന്തോഷം ശരിക്കും നമ്മളവിടെ മുഖത്ത് കാണായിരുന്നു. എന്താണ് ആ സന്തോഷത്തിൻ്റെ മേഖല? ഈ ട്രീറ്റ്മെൻറ്റ് പലർക്കും അറിയാതെ പോയത് എന്തായിരുന്നു എന്നുള്ളതാണ്. 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇത് താരതമ്യേന പുതിയതാണ്. അതെ, ഇപ്പോൾ 2018 ഇതിൻ്റെ FDA അപ്രൂവൽ വരുന്നത്.
2002 മുതൽ ആദ്യത്തെ കേസ് 2002 ചെയ്തതിനു ശേഷം ദീർഘനാളത്തെ പഠനങ്ങൾക്ക് ശേഷം 2018 ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ആഗോളടിസ്ഥാനത്തിൽ US FDA അപ്രൂവൽ കിട്ടുന്നത്. നമ്മൾ ആ സമയത്ത് തന്നെ ഇത് ട്രെയിൻഡ് ആയിരുന്നെങ്കിലും പിന്നെയും അവരുടെയും റിസൾട്ട് വെയിറ്റ് ചെയ്ത് ഒരു 1-2 വർഷമായിട്ട് ഇത് നമ്മുടെ നാട്ടിൽ നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇത് റീസെൻ്റ് ആണ്. അതിൻ്റെ എവിഡൻസ് അത് കൃത്യമായി ഈ ഒരു ട്രീറ്റ്മെൻറ്റ് സർജറിക്ക് പകരം ഈ ഒരു അസുഖത്തിന് കൊടുക്കാമെന്നും അതിന് റിസൾട്ട് ഉണ്ടെന്നും അത് സേഫാണെന്നും പ്രൂവ് ചെയ്ത് അത് ആയിരക്കണക്കിന് ആളുകളിൽ പ്രൂവ് ചെയ്തതിന് ശേഷമാണ് 2 വർഷമായിട്ടുള്ള നമ്മുടെ കേരളത്തിൽ എത്തിയിട്ട്. അതെ അതെ ഞാൻ ചോദിക്കുന്നത് മറ്റുള്ള രാഷ്ട്രങ്ങളൊക്കെ വർഷങ്ങളായിട്ടുള്ളതാണോ ഈ ഒരു ട്രീറ്റ്മെന്റ്? അതാണ് ഇപ്പൊ US FDA അപ്രൂവലിന് ശേഷം 2018 തുടങ്ങിയത്. നമ്മുടെ നൈബറിംഗ് കൺട്രി ആയിട്ടുള്ള ചൈനയിലും കൊറിയയിലും കുറച്ചുകൂടി നേരത്തെ അവർ തുടങ്ങിയിട്ടുണ്ട്. അവിടെ തുടങ്ങിയിട്ടൊക്കെ ഇപ്പോൾ ഒരു 7 വർഷത്തോളായിട്ടുണ്ടാവും. ഇപ്പൊ ഈ കാണുന്ന പലവരും ഇത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ വരുന്നു, ഒരു 6 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് നോർമൽ സ്ഥിതിയിലേക്കായി തിരിച്ചു പോവാം എന്ന് പറഞ്ഞു. പലരും ബസ്സിലേക്ക് കയറി പോരാന്ന് പറഞ്ഞു. ഒരു വ്യക്തി പറഞ്ഞ് ഞാൻ ഡ്രൈവ് ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആളുകൾ വിചാരിക്കുന്നുണ്ടാവുക, എന്നെ പോലുള്ള ആളുകൾ തന്നെ, ഇത് ഭയങ്കര വലിയൊരു കോസ്റ്റ് വരുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ് എന്നുള്ളത്. അപ്പോൾ ഈ സർജറി ഇതും കൂടിയിട്ട് ആ ഒരു റേറ്റിലൊക്കെ പറയുമ്പോൾ ഇതിനേക്കാൾ മേലെയാണോ? മേലെ ആവേണ്ടതാണ്, പക്ഷേ പിന്നെ വളരെ കുറവാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ ടെക്നോളജി അതിൻ്റെ ഒരു ബെനിഫിറ്റും വെച്ചിട്ട് പറയുമ്പോൾ കൂടണ്ടാണ്. പക്ഷേ സർജറിൻ്റെ ഏകദേശം പകുതി കോസ്റ്റ് ഇതിന് വരുന്നു. അതെ അല്ലേ? അപ്പോൾ ശരിക്കും നമുക്ക് ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ ശരിക്കും ഏത് രൂപത്തിലുള്ള തൈറോയിഡാണ് എന്ന് ആദ്യം നമ്മൾ സ്കാൻ ചെയ്തിട്ടാണോ മനസ്സിലാക്കുന്നത്? അതല്ലെങ്കിൽ എല്ലാ തൈറോയിഡിനും ഈ ഒരു ട്രീറ്റ്മെന്റ് പറ്റുമോ? ഇതിൽ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒത്തിരി എൻക്വയറീസ് വരുന്നതുകൊണ്ട് പിന്നെ തൈറോയിഡിലെ മുഴകൾക്കാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ തൈറോയിഡ് എന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ ഗോയിറ്റർ, അപ്പോൾ തൈറോയിഡിൻ്റെ ഹോർമോൺ കുറവ് കൂടുതൽ, അപ്പോൾ അതിൻ്റെ ക്ഷീണം അല്ലെങ്കിൽ പിന്നെ മെലിയുന്നു, അങ്ങനെ ജനറൽ ആയിട്ടുള്ള ലക്ഷണങ്ങളുള്ള തൈറോയ്ഡ് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുള്ള പേഷ്യൻസിനല്ല ഇത് ചെയ്യുന്നത്. തൈറോയ്ഡ് ഗ്രന്ഥി ഒരു ഫാക്ടറിയാണ്. അതിൽ നിന്നാണ് തൈറോയ്ഡ് ഹോർമോൺ ഉണ്ടാകുന്നത്. തൈറോയ്ഡ് ഹോർമോൺ നമ്മുടെ എല്ലാ അവയവങ്ങൾക്കും 24 മണിക്കൂർ ആവശ്യമുള്ള, ആജീവനാന്തം നമുക്ക് ആവശ്യമുള്ള ഹോർമോണാണ് തൈറോയ്ഡ് ഹോർമോൺ. ഇനി അങ്ങനെ ആണെങ്കിൽ ഒരു മുഴയൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും അത് കരിയിച്ച് കളയാണോ? അതായത് നമ്മുടെ ഒരു പിൻ ഹോൾ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കരിയിച്ച് കളയണം. പലർക്കും ഇപ്പോൾ ഒരു ചെറിയ ഹോള് മാത്രം ചെട്ടത് എങ്ങനെയാണ് അത് ചെയ്യുന്നത് പലർക്കും ആദ്യമായിട്ട് കേൾക്കുന്നവരും കാണുന്നവരും ഉണ്ടായിരിക്കും. 95% തൈറോയിഡിലെ മുഴകളും ക്യാൻസർ അല്ലാത്ത മുഴകളും. അപ്പോൾ ഈ ക്യാൻസർ അല്ല നമ്മൾ സ്കാനും കുത്തിപ്പരിശോധനയൊക്കെ പ്രകാരം കാറ്റഗറി 2 ആയിട്ടുള്ള, ടൈറായ്ഡ്സ് 3 എന്ന് പറയും, അൾട്രാസൗണ്ട് സ്കാനിൽ ടൈറായ്ഡ്സ് 3 ആയിട്ടുള്ള, FNACയിൽ കാറ്റഗറി 2 ആയിട്ടുള്ള, പിന്നെ അതിന് ചില സൈസ് ക്രൈറ്റീരിയ ഉണ്ട്. വല്ലാണ്ട് വലുതായി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ സർജറിക്ക് വിടും. എന്നാൽ ഒരു 4-5 സെന്റിമീറ്ററൊക്കെ താഴെയുള്ള തടിപ്പുകളാണ്, പ്രത്യേകിച്ച് 3 സെന്റിമീറ്ററാണ്. 3 മുതൽ 5 സെന്റിമീറ്റർ വരെ ചിലപ്പോൾ 2 ഘട്ടമായിട്ട് ചെയ്യേണ്ടി വരും. 3 സെന്റിമീറ്റർ താഴെയാണെങ്കിൽ 1 ഘട്ടത്തിൽ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു നീഡിൽ ഇതിപ്പോൾ നമ്മൾ പിന്നെ ഇവിടെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ സാധാരണ ഇങ്ങനത്തെ ഒരു സ്കാനിൽ തന്നെ ചില സമയത്തൊക്കെ ചില സെന്ററുകളിലൊക്കെ ഈ പിൻ ഹോൾ ഇന്റർവെൻഷൻസ് ചെയ്യും. നമുക്ക് നോക്കിയാൽ ആ ഒരു സ്ക്രീനിൽ കാണുന്നതും ഇത്ര ഹൈ ഡെഫിനിഷൻ ലാർജ് സ്ക്രീനും കാണുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചാൽ, ഈ തടിപ്പൊക്കെ അതിലും കാണും, നീഡിലും കാണും. ഇതിപ്പോ ഒരു മുഴയാണോ? ഇതൊരു തടിപ്പാണ്, ഇതൊരു മുഴ, ഇതൊരു നൊടിയുളാണ്. അത് അത്രയും സൂം ചെയ്ത് ഹൈ ഡെഫിനിഷനിൽ സൂം ചെയ്ത് ഇങ്ങനെ കാണുന്നതും സാധാരണ അൾട്രാസൗണ്ട് സ്കാനിൽ വെച്ച് പിൻഹോൾ ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം, ഈ മുഴ കാണുന്നതിനേക്കാൾ ഉപരി ഇതിനടുത്തുള്ള ഞരമ്പുകൾ, രക്തധമനികൾ, നമ്മൾ കഴുത്തിൽ നമ്മൾ ശ്വാസം പോകുന്ന ട്യൂബ്, ഭക്ഷണം ഇറക്കുന്ന ട്യൂബ്, ശബ്ദത്തിൻ്റെ ഞരമ്പുകൾ, തൈറോയ്ഡ് ഗ്രന്ഥിൻ്റെ തൊട്ട് ബാക്കിലായി നമ്മളെ കാൽസ്യത്തിനെ നിയന്ത്രിക്കുന്ന 4 പാരാതൈറോയ്ഡ് ഗ്രന്ഥികൾ, പിന്നെ നമ്മളെ മസ്തിഷ്കത്തിലേക്ക് പോവുകയും വരികയും ചെയ്യുന്ന ഒട്ടനവധി പിന്നെ രക്തധമനികൾ, ഇതെല്ലാം ഉള്ള ഒരു ചെറിയൊരു ഏരിയ ആണല്ലോ ഇത്. അതിൻ്റെ നടുഭാഗത്ത് ഇവിടെ താഴെയായിട്ടാണ് ഈ തൈറോയ്ഡ് ഗ്രന്ഥി വരുന്നത്. സ്വാഭാവികമായിട്ട് ഇതിൽ മുഴകൾ ഇങ്ങനെ വലുതായി കഴിയുമ്പോൾ ഇതിൽ പല പിന്നെ സ്ട്രക്ചേഴ്സിനെയും തട്ടിമുട്ടിയിട്ടൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഹൈ ഡെഫിനിഷൻ സൂമിൽ നമ്മളിത് കാണുമ്പോൾ ചെറിയ നെർവുകൾ പോലും നമുക്കിതിൽ വളരെ കൃത്യമായി കാണാൻ പറ്റും. അപ്പം നമ്മളൊരു നീഡിൽ അതിലേക്ക് ഈ ഒരു നീഡിൽ നമ്മൾ ഇതിലിട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. വളരെ വ്യക്തമായി ഇത് നീഡിൽ വരുന്നത് മുതൽ എവിടെ വരെയാണ് അത് ഉള്ളത് എന്നുള്ളത് കാണാൻ സാധിക്കും. ഈ ഒരു സ്കാൻ നോക്കി ഈ കഴുത്തിലാണ്. ഇപ്പൊ ഇതിൽ നമ്മൾ ഞാൻ പറയുകയാണെങ്കിൽ വളരെ ഇത് ഒരു ചെറിയൊരു നീഡിലാണ്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നീഡിലാണ്. പക്ഷെ ചില ആളുകൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ പേടിയാണെങ്കിൽ നമ്മൾ ചെറിയൊരു മയക്കത്തിലുള്ള ഇഞ്ചക്ഷൻ ഒക്കെ കൊടുക്കും. അതർവൈസ് മേജർ അനസ്തീഷ്യ ആവശ്യമില്ല. ഇവിടെ നമ്മൾ തരിപ്പിക്കും. ഇവിടെ തരിപ്പിച്ച് ഒരു വേദനയും ഇല്ലാണ്ട് ഈ ഒരു നീഡിൽ ചെറുതായിട്ട് ഇപ്പോൾ ഒരു മുഴയാണെങ്കിൽ ഇതിൽ ഇത് വെല്ലാണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ വരുന്നത് ഈ സ്കിന്ന് മുതൽ ഇതിങ്ങനെ
വരുന്നത് കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാഴ്ച അൾട്രാസൗണ്ട് സ്കാൻ ആണ് ഇതിന്റെ അടിസ്ഥാനം. ആ അൾട്രാസൗണ്ട് സ്കാനിനെ നമ്മൾ ഇത്ര ഹൈ ഡെഫിനിഷൻ ഇത്ര വലിയൊരു സെറ്റപ്പിൽ ഞാൻ പല സ്ഥലത്തും പോയപ്പോഴും ഇങ്ങനൊരു സെറ്റപ്പ് ഇല്ല. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു സെറ്റപ്പിൽ ഇത് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ അണ്ടറിൽ ഇത്ര ഒരു വലിയൊരു കാത്തലാബ് ഉള്ളതാണ്, ഒരു ഹൈബ്രിഡ് കാത്തലാബാണ്. ഇത് ആക്ച്വലി നമ്മുടെ തലച്ചോറിന്റെ പ്രൊസീജിയേഴ്സ്, സ്ട്രോക്ക് ഒക്കെ വരുമ്പോൾ, ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്നിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന പോലെ പെട്ടെന്ന് സ്ട്രോക്കിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കാഷ്വാലിറ്റിയിൽ തന്നെ വെച്ചിരിക്കുന്ന ഒരു ഏകദേശം ഒരു 10 crore ബൈപ്ലൈൻ ഹൈബ്രിഡ് ലാബാണ്. ഇത്രയും വലിയൊരു സംവിധാനത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ സാധാരണ ഒരു അൾട്രാസൗണ്ട് സ്കാനിലോ റൂമിലോ ഒരു തിയേറ്ററിലോ ചെയ്യുന്ന പോലെയല്ല. പിന്നെ ഇവിടെയുള്ള ഒരുപാട് സംവിധാനം എന്ന് പറഞ്ഞാൽ ഏത് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള, കാരണം അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ബ്രെയിൻ പ്രൊസീജിയേഴ്സ് ഒക്കെ ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് കൊണ്ടുള്ള സംവിധാനങ്ങൾ, അനസ്തേഷ്യ ടീം, മറ്റ് ഡോക്ടേഴ്സ്, സ്റ്റാഫ് എല്ലാം അത്രയും ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് വളരെ സുരക്ഷിതമായി, ഞാൻ പറഞ്ഞത് ഇതൊരു സിമ്പിൾ പ്രൊസീജിയറാണ്. പ്രൊസീജിയർ വൈസ് ഇത് വളരെ സിമ്പിളാണ്. ഇത് ചെറിയ നീഡിലിട്ട് കരിക്കാനുള്ളതേ ഉള്ളൂ. പക്ഷെ ആ പ്രൊസീജിയറിലും ഇത്ര ഒരു വൈറ്റൽ ഏരിയ ആയതുകൊണ്ട് അതിന് വളരെ സേഫായി ചെയ്യാൻ വേണ്ടി ഒരു ബുദ്ധിമുട്ട് രോഗിക്ക് വരാതെ, നേരത്തെ അവരൊക്കെ പറഞ്ഞതുപോലെ വളരെ സിമ്പിളായി സേഫായി നമ്മൾ സർജറി ഒഴിവാക്കണതിന് എന്തിനാ? ശബ്ദത്തിന്റെ ഞരമ്പിനൊരു ബുദ്ധിമുട്ട് വരരുത്, ശബ്ദത്തിനൊരു പ്രശ്നം വരരുത്, അധികം വേദന ഉണ്ടാവരുത്, കഴിയുന്നു എനിക്ക് നാളെ തന്നെ ജോലിക്ക് പോകണം, അധികം റെസ്റ്റ്. ഇതിനു വേണ്ടിയാണല്ലോ നമ്മൾ സർജറി ഒഴിവാക്കിയിട്ട് ഇത് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. രണ്ടാമത്തെ കാര്യം, നമ്മൾ ആജീവനാന്ത മരുന്നുകൾ കഴിക്കേണ്ടെന്ന്. ഈവൻ ഇപ്പൊ സർജറിക്ക് കൃത്യമായ റോളുണ്ട്. ഇപ്പൊ നമ്മൾ പിൻഹോളൊക്കെ പറഞ്ഞാലും മഹാഭൂരിപക്ഷം തൈറോയ്ഡ് നോഡ്യൂൾസും നമ്മൾ പിൻഹോളിൽ ഇപ്പോഴത്തെ കാലത്ത് ചെയ്യാൻ പറ്റും. എന്നാൽ സർജറിക്ക് സർജറിയുടേതായ റോളുണ്ട്. ഞാൻ എപ്പോഴും പറയും, നമ്മളൊരു പേഷ്യന്റിനെ കണ്ടു കഴിഞ്ഞാൽ അത് സർജനും ഇന്റർവെൻഷനിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യുന്ന ഞങ്ങളെ പോലുള്ള ഡോക്ടേഴ്സും അതുപോലെ ഒരു സർജൻ രണ്ടുപേരും കാണണം. രണ്ടുപേരും കണ്ടതിന് ശേഷമുള്ള ഒരു ഡിസ്കഷന്റെ അടിസ്ഥാനത്തിലാവണം ആ രോഗിക്ക് സർജറി ആണോ ഇതാണോ നല്ലത്. ഇപ്പോഴത്തെ ടെക്നോളജി വെച്ചിട്ട് ക്യാൻസർ അല്ലാത്ത മഹാഭൂരിപക്ഷത്തിനും, പ്രത്യേകിച്ച് നേരത്തെ ആണെങ്കിൽ പിൻഹോൾ ചെയ്യാൻ പറ്റും. എന്നാൽ സർജറിക്ക് ഡെഫിനറ്റ് ആയ റോളുണ്ട്. പ്രത്യേകിച്ച് നെഞ്ഞിലേക്ക് ഇറങ്ങിയതാണ്, വളരെ വലുതൊക്കെ ആണെങ്കിൽ സർജറി വേണം. എന്നാൽ പൊതുവായിട്ട് നമ്മളിത് വളരെ സേഫ് ആയിട്ട് ഏതായാലും പിൻഹോളിൽ ഇത്ര വലിയൊരു സംവിധാനത്തിൽ ഉണ്ടാവുമ്പോൾ നമുക്ക് ചെയ്യാം. തൈറോയ്ഡൊക്കെ ഉള്ളവർക്ക് ശരിക്കും നല്ല രൂപത്തിൽ പുറത്തേക്ക് ഇങ്ങനെ മുഴ പോലെ ആ ഗ്രന്ഥി ഇങ്ങനെ തള്ളി നിൽക്കുന്നത് കാണാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതോട് കൂടിയിട്ട് പിന്നീട് ഇത് എപ്പോഴാണ് ഇത് കുറഞ്ഞു വരുന്നത്? ഇത് കരിയിച്ച് കളയാമെന്ന് പറഞ്ഞു. അപ്പോൾ പോകുമ്പോൾ തന്നെ അത് കുറയോ, അതല്ലെങ്കിൽ പതുക്കെ പതുക്കെ ഘട്ടം ഘട്ടമായിട്ടാണോ ഇത് കുറയുന്നത്? വളരെ നല്ലൊരു ചോദ്യമാണ് ഈ ചോദിച്ചിരിക്കുന്നത്. കാരണം ഇതിനൊക്കെ എല്ലാവരോടും പറയണം എന്നുള്ളൊരു കാര്യമാണ്. കാരണം നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഒരു രോഗിയുടെ പ്രതീക്ഷയുണ്ടാവും. അപ്പോൾ തൈറോയ്ഡ് സർജറി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഇത് മുഴുവൻ എടുത്ത് കളയാണല്ലോ. അപ്പോൾ അത് മുഴുവൻ എടുത്ത് കളയുന്നതോടുകൂടി ആ മുഴയെല്ലാം പോയി. പകരം പല ആളുകൾക്കും ഇവിടെ സ്കാർ ഉണ്ടാവും. പക്ഷേ സർജറിയിൽ ഇപ്പോൾ സ്കാർലെസ് ആയിട്ടുള്ള പല ടെക്നിക്സും ഉണ്ട്, നെഞ്ഞിലൂടെ പോലും ചെവിയുടെ ബാക്കിലൂടെ ഒക്കെ വരലൊക്കെ. പക്ഷേ പൊതുവെ സാധാരണ രീതിയിൽ ഇവിടെ സ്കാർ ഉണ്ടായിരിക്കാം, എന്നാലും അത് മുഴുവൻ പോയി. അതേസമയം നമ്മൾ പിൻഹോൾ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒട്ടനവധി ഗുണങ്ങൾ പിൻഹോളിനുണ്ട്. സർജറി ഒഴിവാക്കാം, റെസ്റ്റ് വേണ്ട, അനസ്തേഷ്യ വേണ്ട, ബ്ലീഡിങ് പ്രശ്നമില്ല, സ്റ്റിച്ചില്ല, സ്കാറില്ല, പിറ്റേ ദിവസം ജോലിക്ക് പോകാം, ചെയ്ത് കഴിഞ്ഞാൽ 3 മണിക്കൂറിന് ഡിസ്ചാർജ് പോയാൽ ചിലവ് ഏകദേശം പകുതിയെ ചിലവ് മാത്രമേ ഉള്ളൂ. ഇത്രയും പിന്നെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആജീവനാന്തം മരുന്നുകൾ കഴിക്കണം. അപ്പോൾ ഇത്രയും അഡ്വാൻറ്റേജസ് പിൻഹോളിനുണ്ടെങ്കിലും നമ്മൾ ചെയ്ത ഒരു തടിപ്പ്, നമ്മളിപ്പോൾ ഇതിന് പിൻഹോൾ വെച്ചു, ഇത് അബ്ലേഷൻ ചെയ്തു, ഇതിങ്ങനെ ഒരു വെള്ളയായിട്ട് വരുന്നല്ലേ, അതെല്ലാം കരിഞ്ഞു വരികയാണ്. അതായത് ഏതാനും ഒരു ചെറിയ മിനിറ്റുകൾക്കുള്ളിൽ ഈ ഒരു ഇത് പേഷ്യനെ കിടത്തി ഇറക്കുമ്പോൾ ചിലപ്പോൾ ഒരു 3/4 മണിക്കൂർ ആയിട്ടുണ്ടാവും. പക്ഷെ ആക്ച്വൽ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഏതാനും മിനിറ്റുകളാണ്. അപ്പോൾ പിന്നെ നമ്മളിതിന്റെ ചുറ്റും കുറച്ച് ഗ്ലൂക്കോസ് ഒക്കെ ഇടും, കാരണം വേറെ സ്ട്രക്ചേഴ്സിനൊന്നും ഒന്നും സംഭവിക്കാതിരിക്കാം. ഏതായാലും അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ഇതിപ്പം പിന്നെ കഴിഞ്ഞ് ലാസ്റ്റായി കഴിയുമ്പോൾ ഇത് കണ്ട ആ കട്ടിപ്പായിട്ട് ഗ്രേ ആയിട്ടൊക്കെ പോയി ഒരു പിന്നെ ഫ്ലൂയിഡ് നിറഞ്ഞു നിൽക്കുന്ന കരിഞ്ഞു പോയ ഒരു സ്ട്രക്ചറായി ഇത് മാറി. പിന്നെ നമുക്ക് ശബ്ദത്തിന് ഞരമ്പിന്റെയും നമ്മൾ വോക്കൽ കോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശബ്ദം ഉണ്ടാക്കുന്ന ഇതിനൊക്കെ നമുക്ക് ലൈവായിട്ട് അൾട്രാസൗണ്ടിൽ തന്നെ കാണാൻ പറ്റും. അപ്പൊ അതൊക്കെ നോക്കിക്കൊണ്ട് ഓരോ സമയത്ത് നോക്കിക്കൊണ്ട് രോഗിയോട് സംസാരിച്ചുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പൊ നെക്സ്റ്റ് ടേസ്റ്റ് നിങ്ങൾ അവിടെ നിൽക്കുകയാണ്, ഞാൻ ചെയ്യണ കാണുകയാണെങ്കിൽ രോഗിയോട് സംസാരിച്ചുകൊണ്ടാണ് നമുക്ക് ചെയ്യണ കാണാൻ പറ്റും. മനസ്സിലായില്ല? അപ്പൊ അത് ഒരു ഇതാണ്. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ കരിച്ചു കളഞ്ഞ ഈ പിൻഹോൾ ചെയ്ത് കഴിഞ്ഞ ഈ തടിപ്പ് ഇത് കുറയാൻ സമയമെടുക്കും. അപ്പൊ അതിപ്പോ ഏകദേശം ഞങ്ങൾ പറയാം ഒരു വർഷത്തിൽ 1-2 മാക്സിമം സെന്റിമീറ്റർ അത് കുറയാം. ഒരു 4 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ തടിപ്പ് നമ്മൾ കരിച്ചു കളഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞ് നമ്മളത് നോക്കി കഴിയുമ്പോൾ അത് അപ്പം തന്നെ ഡെഡായി പോകട്ടോ. അത് ഇപ്പൊ നമ്മൾ 2 കാര്യങ്ങളാണ് ചെയ്യും. ഇത് നേരത്തെ കണ്ട തടിപ്പ് എന്ന് പറയുന്നത് ഇതെല്ലാം ലൈവ് ആയിട്ടുള്ള കോശങ്ങളാണ്. അവർ ജീവിക്കുന്നു, അവർക്ക് ബ്ലഡ് വരുന്നു, അപ്പൊ അവര് ജീവിക്കുന്നുണ്ട്. ഒരു കുട്ടി വളരുന്ന പോലെ അവർക്ക് ഓക്സിജൻ ഭക്ഷണമൊക്കെ ബ്ലഡ് വഴി വന്ന് അവർ ജീവിച്ച് വരുന്നതാണ്. അപ്പൊ നമ്മൾ 2 കാര്യങ്ങളാണ് ചെയ്യാൻ. നീഡിലിട്ട് കരിച്ചു കളഞ്ഞു,
പിന്നീട് നമ്മളിത് ഡോപ്ലർ സ്കാനാണ് ഇത് കാണുന്നത്. അപ്പോൾ അടുത്തുള്ള രക്തക്കൊഴലുകളെ കാണാം. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു ബ്ലഡിൻ്റെ ഒരു സ്പോട്ട് പോലും കാണുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ചുറ്റുപാടുള്ള തൈറോയ്ഡ് ഗ്രന്ഥിയിലൊക്കെ നമ്മൾ സേവ് ചെയ്തു, അവിടെയൊക്കെ ജീവിക്കുന്നുണ്ട്. ഇത് നശിച്ചു പോയി. അപ്പോൾ ഇനി ഈ നശിച്ചു പോയ ഈ ഒരു നൊഡ്യൂളിന് പതിയെ ബോഡി അത് ക്ലിയർ ചെയ്ത് വരണം. അത് നമ്മൾ എടുത്ത് ഒഴിവാക്കുന്നില്ല, സർജറി മാത്രം ഇത് എടുത്ത് ഒഴിവാക്കുന്നുള്ളൂ. ഇത് ഡെഡായതാണ്, ഇത് ഇനി വളരില്ല, അത് സംശയമേ വേണ്ട, അത് ഇനി വളരില്ല. പക്ഷേ അതുള്ള ഒരു 3 സെൻറ്റിമീറ്റർ ആയിരുന്നെങ്കിൽ അത് ഇനി 2.9 ആയി, 2.8 ആയി, 2 ആയി, 2 ആയി, 1.5 ആയി, അത് കുറയാൻ 1-2 വർഷം എടുക്കും. ഒരു മാസം കൊണ്ട് കുറയുമെന്ന് വിചാരിക്കുന്നു. ഈ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും വരാൻ സാധ്യതയുണ്ടോ? ഈ തടിപ്പ് ഇനി വരാൻ പോകുന്നില്ല. ഇല്ല, 100% വരില്ല. പ്രോപ്പറായിട്ട് നമ്മൾ കടിച്ചു കളഞ്ഞ ഒരു നൊഡ്യൂള് തിരിച്ചു വരാൻ പോകുന്നത്. പക്ഷെ തൈറോയിഡിന്, ഇദ്ദേഹത്തിന് തൈറോയിഡ് ഉണ്ടാവാൻ നമ്മൾ നേരത്തെ പറഞ്ഞ കാരണങ്ങളോ നമുക്ക് മിക്കവാറും അറിയാത്ത കാരണങ്ങളോ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. സ്വാഭാവികമായിട്ട് ആ കാരണം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ചില ആളുകൾക്ക് മറ്റ് സ്ഥലങ്ങളിൽ, ഇപ്പോൾ റൈറ്റ് സൈഡിൽ പോയി തടിപ്പ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ചിലപ്പോൾ പിന്നീട് എന്തെങ്കിലും വരാം. അത് ഒരു തൈറോയിഡ് മുഴ ഇല്ലാത്ത നമുക്ക് ആർക്ക് വേണമെങ്കിലും വരാം. അപ്പൊ നമ്മളൊരു വർഷത്തിലൊരിക്കൽ ഒരു സ്കാൻ ചെയ്ത് നോക്കണം. അതേപോലെ വളരെ കോമൺ ആയിട്ടുള്ളതാണ് ഫൈബ്രോയിഡ്, ഗർഭാശയ മുഴകൾ. ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് നമ്മൾ ഒരു 35 വയസ്സിൻ്റെയും ഒരു 50 വയസ്സിൻ്റെ ഇടയ്ക്കുള്ള സ്ത്രീകളിലെ 10 ആളെ സ്കാൻ ചെയ്ത് നോക്കിയാൽ 4 ആൾക്ക് ഫൈബ്രോയിഡ് ഉണ്ട്. പല കേസുകളും നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് ഈ ഗർഭപാത്രം മുഴുവൻ എടുത്തു കളയാണ്. അതോടുകൂടി അവരുടെ ശ്രൈണത നഷ്ടപ്പെടുകയാണ്, അവരുടെ യുവത്വം നഷ്ടപ്പെടുകയാണ്. ഇപ്പോൾ ഫൈബ്രോയിഡ്സിന് ആധുനിക കാലഘട്ടത്തിൽ ഇപ്പോൾ ഫൈബ്രോയിഡ്സിന് ഇപ്പോൾ നമ്മൾ വേണമെങ്കിൽ ഒരു പേഷ്യൻ്റാണ്, പിന്നെ അതൊരു MRI സ്കാനാണ്. അപ്പോൾ ആ MRI സ്കാനിൽ ആ കറുത്തിരിക്കുന്നത് പിന്നെ ഫൈബ്രോയിഡാണ്. അതിന് ചുറ്റും യൂട്രസ് ആണ്, ബാക്കിയുള്ള അടിവയറാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഫൈബ്രോയിഡ് ഈ പേഷ്യൻ്റ് നല്ല ഒരു ബ്ലീഡിംഗ് ആയിട്ട് വന്ന പേഷ്യൻ്റാണ്. ബ്ലീഡിങ്ങും പീരീഡ്സ് ആവുന്ന സമയത്ത് അടിവയറ്റ് വേദന, സാധാരണ ഫൈബ്രോയിഡ്സ് പലപ്പോഴും ഉണ്ടാകാവുന്നതാണ് ബ്ലീഡിങ്, അടിവയറ്റിൽ വേദന, ചില ആൾക്ക് കാലുവേദനയൊക്കെ ഉണ്ടാവും, ചില ആൾക്ക് മൂത്രസംബന്ധമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഇത് രണ്ടുമാണ് കോമൺ ആയിട്ടുള്ള ലക്ഷണങ്ങൾ. അങ്ങനെ ഉണ്ടാകുമ്പോൾ പിന്നെ മുമ്പൊക്കെ 2 ടൈപ്പ് ട്രീറ്റ്മെൻറ്റ് ഇതിനുണ്ട്. വലിയ ഫൈബ്രോയിഡ്സ് ആണെങ്കിൽ മരുന്നുകൾ അത്ര എഫക്റ്റീവ് അല്ല. ചെറിയ ഫൈബ്രോയിഡ്സ് ഒക്കെ ആണെങ്കിൽ ഒരു 3 മാസം കൊടുക്കുന്ന ഹോർമോൺ മെഡിസിൻസ് ഒക്കെ ഉണ്ട്. ദീർഘകാല ഹോർമോൺ മെഡിസിൻസ് കഴിക്കുന്നത് നല്ലതല്ല. മാത്രമല്ല വലിയ ഫൈബ്രോയിഡ്സിന് അത് അത്ര എഫക്റ്റീവുമല്ല. പിന്നെ 2 ഓപ്ഷനാണ്. മുമ്പൊക്കെ സർജറി മാത്രമാണ്. ഒന്നുകിൽ ഗർഭപാത്രം മുഴുവൻ എടുത്തു കഴിഞ്ഞ ഹിസ്റ്ററക്ടമി എന്ന സർജറി, അല്ലെങ്കിൽ കീ ഹോൾ ചെയ്തിട്ട് ലാബ് കീ ഹോൾ ചെയ്തിട്ട് ഫൈബ്രോയിഡ് മാത്രം എടുത്ത് കളയുന്ന മയോമെക്ടമി എന്ന സർജറി. അപ്പോൾ മയോമെക്ടമി ആകുമ്പോൾ യൂട്രസിനെ പ്രിസർവ് ചെയ്യാം, യൂട്രസിനെ രക്ഷിക്കാം. പക്ഷെ പലപ്പോഴും മൾട്ടിപ്പിൾ ഫൈബ്രോയിഡ്സ് ഉണ്ടപ്പോൾ മയോമെക്ടമി സാധ്യമാവില്ല. പിന്നെ മയോമെക്ടമി ഉള്ളിൽ ഓപ്പറേഷൻ തന്നെയാണ്, മനസ്സിലായില്ല, ഒരു ചെറിയ ഓപ്പറേഷൻ ചെയ്യണം. അപ്പോൾ ഈ 2 സർജിക്കൽ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ നേരത്തെ തൈറോയിഡിൻ്റെ വിഷയത്തിൽ പറഞ്ഞ പോലെ ഈ 2 യൂട്രസ് എടുത്ത് കളയുന്ന ഹിസ്റ്ററക്ടമിക്കും മയോമെക്ടമിക്കും അതിൻ്റെതായ റോൾ ഇപ്പോഴും ഉണ്ട്. പല കേസും നമ്മൾ തന്നെ ഹിസ്റ്ററക്ടമിക്ക് വിടാറുണ്ട്, മയോമെക്ടമിക്ക് വിടാറുണ്ട്. എന്നാൽ മഹാഭൂരിപക്ഷം ഫൈബ്രോയിഡ്സും ഇന്ന് നമ്മൾ ഹാർട്ടിനൊക്കെ ആൻജിയോഗ്രാം ചെയ്യണ പോലെ കൈയിൻ്റെ രക്തധമനീൻ്റെ ഉള്ളിൽ പോയിട്ട് ഒരു കുഞ്ഞു ട്യൂബ് ഇല്ലെങ്കിൽ സൂക്ഷിച്ച് നോക്കേണ്ട ഒരു ചെറിയൊരു ട്യൂബ് നമ്മുടെ കയ്യിലൂടെ ഇട്ട് ഇത് യൂട്രസിന്റെ രക്തധമനിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് വലിയൊരു ഫൈബ്രോയിഡാണ് കാണുന്നത്. അതിൻ്റെ ഒപ്പം അതിൽ പോലും കാണാത്ത ചെറിയൊരു ഫൈബ്രോയിഡും കൂടി ഇവിടെ ഉണ്ട്. പിന്നെ ഇതിൽ കുറച്ചൊക്കെ ഈ കാണുന്നതൊക്കെ യൂട്രസിന്റെ രക്തധമനികളാണ്. അത് നമുക്ക് കുറെ കഴിയുമ്പോൾ നമുക്കത് എക്സ്പീരിയൻസിനോട് മനസ്സിലാവും. അങ്ങനെയുള്ളത് ചെറിയ തരികൾ വെച്ചിട്ട് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ തരികളെല്ലാം പോയി ഈ ഫൈബ്രോയിഡ്സിന്റെ രക്തധമനികളെല്ലാം അടഞ്ഞു പോകും. ഇത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ല, ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇത് യൂട്രസിന്റെ ഗർഭപാത്രത്തിലേക്കുള്ള രക്തധമനികൾ നമ്മൾ അവിടെ പിന്നെ സംരക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ ഫൈബ്രോയിഡ്സിൽ നമ്മൾ നേരത്തെ കണ്ട ഈ രക്തധമനികളെല്ലാം തന്നെ പിന്നെ അത് അടച്ചു. അപ്പൊ ഇനി അവർക്ക് ഭക്ഷണം ഓക്സിജനും കിട്ടുന്നില്ല. നമ്മൾ തടിയുള്ള ഒരാളെ പട്ടിണി കിട്ടാൽ എങ്ങനെയുണ്ടാവും, അതേപോലെ ഈ രക്തധമനികൾ അടഞ്ഞു പോകുന്നതുകൊണ്ട് തന്നെ അവരുടെ ബ്ലീഡിങ് അടുത്ത മാസം തൊട്ട് സാധാരണ പോലെയാവും. ഇവർ പട്ടിണി കിട്ടുന്നതുകൊണ്ട് ഒരു തടിച്ച ആൾക്ക് അല്ലെങ്കിൽ ഒരു മെലിഞ്ഞു വരുന്ന പോലെ, ഭക്ഷണം കിട്ടാണ്ട് മെലിഞ്ഞു വരുന്ന പോലെ ഒരു 6 മാസം കൊണ്ടോ അല്ലെങ്കിൽ മാക്സിമം 1 വർഷം കൊണ്ടോ ഫൈബ്രോയിഡ്സ് ഒക്കെ അങ്ങനെ ചുരുങ്ങും. ആർത്തവ വിരാമത്തിന് ശേഷം, മെനോപോസിന് ശേഷം ഫൈബ്രോയിഡ്സ് എല്ലാം ചുരുങ്ങും. അതേപോലെ ഇത് നമ്മൾ എംബോളൈസേഷൻ UFE എന്നാണ് ട്രീറ്റ്മെന്റ് ചെയ്തത് ചുരുങ്ങിപ്പോവും, ലക്ഷണങ്ങളില്ലാതെ ആവും. അതേസമയം ഗർഭപാത്രത്തിന് പ്രിസർവ് ചെയ്യാം, പിന്നെ സർജറിൻ്റെതായ ബുദ്ധിമുട്ടുകളില്ല. അതാണ് അവരൊക്കെ പറഞ്ഞ വലിയ ശരീരത്തിന്റെ ഭാഗം പോയി എന്നൊക്കെ അവരിങ്ങനെ മുന്നറിയായിരുന്നെങ്കിൽ അത് പോയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഒരു ട്രീറ്റ്മെന്റ് നമുക്ക് ഇതിലൂടെ കൊടുക്കാൻ പറ്റും അല്ലേ? അതേപോലെ ഈ ഫൈബ്രോയിഡിന്റെ എംബോളൈസേഷനിൽ ആൻജിയോഗ്രാം ചെയ്ത് നടക്കുക എന്നുള്ളത് ഒത്തിരി സ്ഥലത്ത് ചെയ്തുകൊണ്ടിരിക്കണം. അവിടെ കോമൺ ആയിട്ടുള്ള പ്രൊസീജിയറാണ് ഇപ്പോൾ. പക്ഷേ ഇവിടെ നമ്മുടെ കാത്ത് ലാബിൽ ഉള്ള ഒരു വളരെ സ്പെഷ്യൽ ഫീച്ചറാണ്. ഇന്ത്യയിൽ ഇത് പേറ്റന്റ് എടുത്ത് ഞങ്ങൾ അത്രയധികം ഈ വിഷയത്തിൽ ദീർഘമായി പഠിച്ച് കമ്പനിയുമായി ഒക്കെ ബന്ധപ്പെട്ടുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് മെഷീൻ ആയതുകൊണ്ട് ഇതിൽ
ഒരു പ്രത്യേക സ്റ്റഡിയാണ്. നേരത്തെ കണ്ടത് നമ്മൾ ആൻജിയോഗ്രാം ആണ്, അതിനോട് കൂടെ ഇത് പെർഫ്യൂഷൻ സ്കാൻ എന്ന് പറയും. മറ്റേ നമ്മൾ രക്തധമനികൾ മാത്രമാണ് ആൻജിയോഗ്രാമിൽ കാണുക. ഇതിൽ കൂടെ നമ്മൾ ഈ ടിഷ്യൂ ലെവൽ, ഓരോ കോശത്തിൻ്റെയും ടിഷ്യൂ ലെവലിൽ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ബ്ലഡ് ഫ്ലോ എന്ന് അറിയാനും, എത്ര തരികൾ എത്ര ഇഞ്ചക്ഷൻ കൊടുക്കണം, 1 മില്ലി കൊടുത്താൽ മതിയോ, കുറച്ച് എത്ര കൊടുക്കണം, എവിടെ നിർത്തണം, ഗർഭപാത്രത്തിന്റെ രക്തധമനികൾ മാത്രമല്ല ആ കോശങ്ങളെ മാക്സിമം സേവ് ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേക പെർഫ്യൂഷൻ സ്കാനാണ്. ഈ പെർഫ്യൂഷൻ സ്കാൻ കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ നമ്മൾ എംബ്ലോയിസേഷൻ ചെയ്യുന്നത്. അതേപോലെ നമ്മൾ പ്രോസ്റ്റേറ്റ്, ആണുങ്ങൾക്ക് പ്രോസ്റ്റേറ്റ് വീക്കം ഉണ്ടായിട്ട് മൂത്ര തടസ്സം ഉണ്ടാകുന്ന കേസുകളും വെരിക്കോസ് വെയിൻ്റെ കേസുകളും എല്ലാം ഇതേപോലത്തെ പിൻഹോൾ ഇന്റർവെൻഷൻസ് വഴി സർജറി ഇല്ലാണ്ട് നമുക്ക് ലളിതമായി ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാണുന്ന പലർക്കും ഈ ഒരു രോഗം മൂലം ഒരുപാട് ബുദ്ധിമുട്ടുന്നവരുണ്ടാവും. അപ്പോൾ ഡോക്ടറുടെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ സംശയങ്ങൾ തീർച്ചയായും പിന്നെ നമ്മുടെ ഈ പിൻഹോളിന്റെ സെന്ററിന്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള നമ്പർ ഉണ്ട്. അത് ഏത് സമയത്താണ് നിങ്ങൾക്ക് വിളിക്കാം, വാട്സാപ്പ് ചെയ്യാം, വീഡിയോ കോൾ ചെയ്യാം. ദൂരമുള്ളവരൊന്നും ചോദിക്കണമെന്നില്ല. നമുക്ക് വാട്സാപ്പിൽ നിങ്ങൾ പിന്നെ റിപ്പോർട്ട്സ് അയച്ചു തന്നെ നിങ്ങൾ പിന്നെ ഒരു വോയിസ് ഇടുകയോ അല്ലെങ്കിൽ നിങ്ങളൊരു വീഡിയോ കോൾ വേണമെന്ന് അപ്പോയിൻമെന്റ് എടുക്കുകയോ ചെയ്താൽ ദൂരമുള്ളവർ ആരും ഇത്രയും ദൂരം ഒരു കൺസൾട്ടേഷന് വേണ്ടി വരേണ്ട ആവശ്യമില്ല. വളരെ സന്തോഷം. കാരണം ഈ കാണുമ്പോൾ തന്നെ കേൾക്കുമ്പോൾ തന്നെ വളരെ സന്തോഷമാണ്. കാരണം കാസർഗോഡ് നിന്ന് നമ്മൾ നിൽക്കുന്നത് കോഴിക്കോട് ആസ്ട്രമിംസിലാണ്. പക്ഷെ നമ്മൾ കാസർഗോഡ് നിന്ന് അതല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്നൊക്കെ ഇവിടെ വന്ന് അന്വേഷിച്ച് പോകുന്നത്. അപ്പോൾ ഡോക്ടർ വിളിക്കുക, അതിനുശേഷം മാത്രം ഇവിടെ വരിക എന്നുള്ളതാണ്. കാരണം ഡോക്ടർ ഏത് സമയത്ത് അവിടെ ഉണ്ടാവുക, അല്ലെങ്കിൽ ഒത്തിരി ആളുകൾ ഒരുമിച്ച് വരുമ്പോൾ ചിലപ്പോൾ ഈ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കാൻ സാധിക്കണമെന്നില്ല. അതിനാൽ ഡോക്ടറുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്, വിളിക്കുക. അതുപോലെ തന്നെ സർജറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട്, അവർക്കൊക്കെ ഇത് എത്തിച്ചു കൊടുക്കുക. എല്ലാവരും ആരോഗ്യമായിട്ടിരിക്കട്ടെ അല്ലേ? അപ്പോൾ ചില സുഹൃത്തുക്കൾ, നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. വളരെ സന്തോഷം. ഓക്കെ.